ചെറുപുഴയിൽ ചുമട്ടുതൊഴിലാളികളുടെ മാർച്ചും ധർണയും. ചുമട്ടുതൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും തൊഴിൽ സംരക്ഷിക്കാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ INTUC ചെറുപുഴ മേഖലാ കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ചെറുപുഴ സബ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും INTUC ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. This news brought to by IPAX കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ. ചുമട്ടുതൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, തൊഴിൽ സംരക്ഷിക്കാൻ നടപടിയെടുക്കുക, വേതന വർധനവ് നടപ്പാക്കുക, ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ INTUC ചെറുപുഴ മേഖലാ കമ്മിറ്റി ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ചെറുപുഴ സബ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മഹാത്മാ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രൂപപ്പെടുത്താൻ ജീവിതം ഒഴിഞ്ഞു വെച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ ലോകത്തിന് നൽകിയ സർവശക്തന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ശിരസ് നമിക്കുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചവർക്കൊക്കെ അറിയാം, ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പരാമർശിക്കാത്ത, ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റാച്യു ഇല്ലാത്ത രാജ്യങ്ങൾ ലോകത്തിൽ കുറവാണ്. അത് നാം ആലോചിച്ച് നോക്കണം. ഇന്ത്യ രാജ്യത്ത് പ്രഥമ പ്രധാനമന്ത്രിയായി 18 വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച ജവഹർലാൽ നെഹ്റു തന്നെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന ഓരോ വർഷവും 18 തൊഴിലാളി ക്ഷേമ നിയമങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്. നമ്മുടെ ലോകത്തിൽ ആദ്യമായി ഒരു തൊഴിലാളി സംഘടന രൂപപ്പെടുത്തിയത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു കൂടിയാണ്. 1921 അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തൊഴിലാളികളുടെ വേദനകളും പരിവേദനകളും മനസ്സിലാക്കി അവരുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ആ കാലത്ത് പോലും തൊഴിലാളി സംഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ സമരവും നടപടികളും മുന്നോട്ട് പോയ നേതാക്കന്മാരാണ് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി. നമുക്കറിയാം, AITUC എന്ന അന്നത്തെ ആ സംഘടനയുടെ നമുക്കറിയാം 1928 AITUCന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1947 ആണ് നമുക്ക് INTUC രൂപം കൊടുക്കുന്നത്. അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അന്ന് നമ്മുടെ CPM പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ ജനിച്ചിട്ടില്ല. 1925 കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ജനിക്കുന്നത്. അപ്പോ AITUC എന്ന സംഘടന ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോ CPM പാർട്ടി, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് ആ തൊഴിലാളി സംഘടനയെ ഹൈജാക്ക് ചെയ്ത് അന്ന് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന് പോയതുകൊണ്ടാണ് തൊഴിലാളികൾ വഴിയാധാരമായി അവരുടെ വേദനകളും പരിവേദനകളും മനസ്സിലാക്കിക്കൊണ്ടാണ് 1947 മെയ് 3-ാം തീയതി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുൻപ് INTUC എന്ന ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് INTUCക്ക് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ളത് നാം മനസ്സിലാക്കണം. വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എല്ലായിടത്തും 10 മണിക്കൂർ തന്നെ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിന്റെ പ്രത്യേകത, സംസ്ഥാന തലത്തിൽ എറണാകുളത്ത് ചേർന്നിട്ടുള്ള INTUCയുടെ ജനറൽ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ചുമട്ടുതൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ചുമടെടുക്കുന്ന എല്ലാ വിഭാഗത്തിലും പെട്ട തൊഴിലാളികൾ,
ടൗണിൽ പണിയെടുക്കുന്നവർ, ഗോഡൌണിൽ പണിയെടുക്കുന്നവർ, ബീവറേജ് കോർപ്പറേഷനിൽ പണിയെടുക്കുന്നവർ, അങ്ങനെയുള്ള ചുമടെടുക്കുന്ന ആളുകൾ, ഹെഡ് ലോഡ് വർക്കേഴ്സ്, ആ വർക്കേഴ്സിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും സർക്കാർ നിഷേധിക്കുകയാണ് അഥവാ തടഞ്ഞു വെക്കുകയാണ് എന്ന ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ശക്തമായ INTUC പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള ഈ മേഖലയിലെ തൊഴിലാളികൾ ഇന്ന് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. DCC എക്സിക്യൂട്ടീവ് അംഗം A. ബാലകൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TP ചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷ മുരളി, INTUC നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സലീം തേക്കാട്ടിൽ, കുട്ടിച്ചന്തുണ്ടിയിൽ, KM തോമസ്, അനീഷ് ആന്റണി എന്നിവർ പ്രസംഗിച്ചു. CC നെറ്റ് ന്യൂസ്, ചെറുപുഴ. എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ. സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ്. ചെറുപുഴ ഐപാക്സിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം. എല്ലാ സ്മാർട്ട് ഫോൺ പർച്ചേസിനും ഉറപ്പായ 5 സമ്മാനങ്ങൾ, 2 വർഷ കാലാവധിയിൽ 0 കോസ്റ്റ് EMI സൗകര്യം. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്ത് നൽകും. അപ്പോൾ സമയം കളയാനില്ല, ഇത് തന്നെ നല്ല സമയം. നേരെ ഐപാക്സിലേക്ക് വന്നോളൂ. കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ. ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐപാക്സ്, കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ 7907799505. ഐപാക്സ് സിറ്റി സെന്റർ, ഇരട്ടി. മൊബൈൽ 9633810022.